അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ നിസ്കാരങ്ങൾ ശരിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടത് കറക്റ്റായ രീതിയിൽ എങ്ങനെയാണ്. നിസ്കാരം ശരിയായാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുമല്ല നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയുമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നല്ല രീതിക്ക്, അതായത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് നമസ്കാരം അല്ലെങ്കിൽ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പല ആളുകൾക്കും അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അറിവില്ല. നമ്മൾ ദിവസവും ഒളിവെടുക്കുന്നു, നമസ്കരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ എങ്ങനെ നിസ്കരിക്കണം, എന്തൊക്കെ അതിൽ ഓതണം, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് നോക്കാം. ഇൻഷാ അല്ലാഹ് അതിന് ആദ്യം തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിയ്യത്ത് ചെയ്യണം, അല്ലേ? എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കുവാൻ പോകുന്ന സമയത്ത് അസർ എന്ന, ഇപ്പൊ ഉദാഹരണത്തിന് അസർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് ഖിബിലയ്ക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് അദാ ആയ നിലയിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, അല്ലേ? ഇതാണ് നിയ്യത്ത്. അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമിനോടൊപ്പം എന്നുകൂടെ എന്ത് ചെയ്യണം? ചേർത്ത് പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ തനിയെ എന്നായാലും മതി. ഈ നിയ്യത്ത് മനസ്സിനകത്ത് ഉറപ്പിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു അതിനെ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനകത്ത് ഉറപ്പിക്കണം. നിസ്കാരം അവസാനിക്കുന്നത് വരെ ഈ ഉദ്ദേശവും എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുണ്ടാവണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി കഴിഞ്ഞ ശേഷം നിയ്യത്ത് ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നി അടുത്ത ഫർളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആ സംശയം നീങ്ങിയാൽ എന്ത് സംശയം നീങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്നാൽ ആ നിസ്കാരത്തിന് തകരാറ് സംഭവിക്കുന്നതല്ല. അതല്ല എന്നുണ്ടെങ്കിൽ ആ നിസ്കാരം നമുക്ക് ബാത്തിലാകി പോകുന്നതല്ല. അതല്ലാത്ത നിലയിൽ ഒരാൾ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞ ശേഷം നിസ്കാരം നിർത്തുകയോ നിർത്തണോ അതോ തുടർന്നു പോകണോ എന്ന് ശങ്ക ഉണ്ടായാൽ, എന്ന് സംശയിക്കുകയോ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം സംഭവിച്ചാൽ നിർത്തണമെന്ന് കരുതുകയോ, ഉദാഹരണം സലീം ഇങ്ങോട്ട് വന്നാൽ ഞാൻ നമസ്കാരം നിർത്തും എന്ന് നമ്മൾ മനസ്സിൽ കരുതിയാൽ ആ നിമിഷം തന്നെ എന്ത് സംഭവിക്കും? നമസ്കാരം ബാത്തിലാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ മനസ്സിലോട്ട് വരികയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. കൃത്യമായ നിയ്യത്തിനു ശേഷം ഇരു കൈകളും ചുമലിന് നേരെ ഉയർത്തി വിരലുകൾ വേർപെടുത്തി കൈവെള്ളകൾ കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു. എങ്ങനെയാണ്? അതായത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് പറയണം. കൈകൾ മേൽപോട്ട് ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? കൈ കെട്ടണം. പിന്നീട് കൈകൾ താഴ്ത്തി വലത് കൈകൊണ്ട് ഇടത് കൈ മണികണ്ഠം പിടിച്ചു നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ വെക്കുക. ഇതാണ് നിസ്കാരത്തിനുള്ള ശരിയായ കൈകെട്ടൽ. ഇങ്ങനെയാണ് ശരിയായി നമ്മൾ കൈകെട്ടേണ്ടത്. നിൽക്കാൻ സാധിക്കുന്നവൻ ഇരുന്ന് നിസ്കരിച്ചാൽ ഒരിക്കലും അത് ശരിയാവുകയില്ല. നമുക്ക് നടക്കാനും ഇരിക്കാനും കഴിവുള്ള ആളുകളാണെങ്കിൽ നിസ്കാരം അങ്ങനെ നിന്ന് തന്നെ നിസ്കരിക്കുക. കൈകെട്ടിക്കഴിഞ്ഞാൽ സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. തുടർന്ന് എന്ത് ചെയ്യുക? വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ? അതിനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ് വജ്ജഹത്തു. വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് വജ്ജഹത്ത് ഓതുക. വജ്ജഹത്തിന്റെ അർത്ഥം: ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരം തിരിച്ചു. ഞാൻ സത്യത്തിൽ ഉറച്ചവനും അനുസരണയുള്ളവനുമാണ്. ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ ഉൾപ്പെട്ടവനല്ല.
നിശ്ചയം എന്റെ നമസ്കാരവും എന്റെ ആരാധനകളും എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. അവന് യാതൊരു പങ്കുകാരുമില്ല. അതുകൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. നിസ്കാരം സുന്നത്തായാലും ഫർളായാലും വജ്ജഹത്ത് ഓതണം. അത് നിർബന്ധമാണ്. സുന്നത്ത് നിസ്കാരമായാലും ഫർള് നമസ്കാരമായാലും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. വജ്ജഹത്ത് ഓതുന്നതിന് മുമ്പ് അഊദ് ഓതി കഴിഞ്ഞാൽ പിന്നെ വജ്ജഹത്ത് ഓതരുത്. നിസ്കാരത്തിന്റെ 4-ാമത്തെ ഫർളാണല്ലോ ഫാത്തിഹ. മുന്നേ നിസ്കരിക്കുന്നവന്റെ ഫാത്തിഹ ഓതൽ മുഴുവനും നൃത്തത്തിൽ തന്നെയായിരിക്കും. ഒരക്ഷരം പോലും അപ്രകാരമല്ലാതെ ഓതിയാൽ നിസ്കാരം ഒരിക്കലും ശരിയാവുകയില്ല. ബിസ്മി മുതൽ വലല്ലീൻ വരെയുള്ളതാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. ഫാത്തിഹ സൂറത്തും എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്ത് കൂടിയാണ്. ആദ്യത്തിൽ അഊദും ഒടുവിൽ ആമീൻ പറയലും സുന്നത്താണ്. മയ്യത്ത് നിസ്കാരത്തിന്റെ ഫാത്തിഹയിലും അഊദ് സുന്നത്തുണ്ട്. ഉച്ചത്തിൽ ഫാത്തിഹ ഓതുന്ന സന്ദർഭത്തിലും അഊദ് ശബ്ദം കുറച്ചു പറഞ്ഞാൽ മതി. ബറാഅത്ത് എന്ന സൂറത്തൊഴികെ മറ്റെല്ലാ സൂറത്തുകളിലും ബിസ്മി ഓതണം. അക്ഷരങ്ങളുടെ സ്ഥാനങ്ങൾ സൂക്ഷിച്ചും അർത്ഥം ചിന്തിച്ചുമാണ് ഫാത്തിഹ ഓതേണ്ടത്. സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയുന്ന പരിചിതമായിട്ടുള്ള ഒരു സൂറത്താണ്. എപ്പോഴും നമ്മുടെ നമസ്കാരത്തിൽ കൃത്യമായിട്ട് ഓതുന്നത്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. കരുണാനിധിയും കാരുണ്യവാനുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അഖില ലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. അവൻ കാരുണ്യവാനും കരുണാനിധിയുമാകുന്നു. പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാകുന്നു അള്ളാഹു. അള്ളാഹുവെ, നിനക്ക് മാത്രം ഞങ്ങൾ നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണിത്. ദുർമാർഗികളും നിന്റെ ശാപത്തിനിരയായവരുമല്ലാത്ത സജ്ജനങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ. എല്ലാ നിസ്കാരത്തിലെയും ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓരോ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. മഗ്രിബ് നിസ്കാരത്തിൽ ഏറ്റവും ചെറിയ സൂറത്തുകളും അതുപോലെ തന്നെ ളുഹർ, അസർ ഇവയിൽ അല്പം വലുതും ഇശായിൽ ദീർഘിച്ച, അതായത് കൂടുതലുള്ള ഒരുപാട് ആയത്തുകളുള്ള സൂറത്തും ഓതൽ സുന്നത്തായ കാര്യമാണ്. വെള്ളിയാഴ്ച മഗ്രിബിലും മഗ്രിബ്, ഇഷ എന്നിവയുടെ സുന്നത്തുകളിലും കാഫിറൂന, ഇഖ്ലാസ് എന്നീ സൂറത്തുകളും ഓതുന്നത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അത് മറന്നു പോവാതിരിക്കുക. ഈ 2 സൂറത്തുകളും എല്ലാവർക്കും അറിയുന്ന സൂറത്തുകളാണ്. ഇത് രണ്ടും ഓതുക. സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനയുമാണ് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്തുകളാണ് നിസ്കാരത്തിലൊക്കെ കൂടുതലായിട്ട്. ഫാത്തിഹയും സൂറത്തും ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുകൂഇൽ നേരെ പ്രവേശിക്കണം. റുകൂഇൽ എങ്ങനെയാണ് പോകേണ്ടത്? ഈ പിക്ചറിൽ കാണുന്ന അതേ പൊസിഷനിലായിരിക്കണം. കൈകൾ മേൽപോട്ട് ഉയർത്തി ഉടൻ താഴ്ത്തുകയും കുനിയുകയും ചെയ്യുക. കുനിഞ്ഞു നിൽക്കുമ്പോൾ മുതുകും പിരടിയും ഒരേ ലെവലിൽ നിൽക്കണം. കൈകൾ കാൽമുട്ടിൽ വെക്കുക. 1 നിമിഷത്തേക്ക് എല്ലാ ചലനവും നിർത്തുക. റുകൂഇൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണിത്. റുകൂഇൽ ചൊല്ലേണ്ടത് എന്താണ്? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് 3 തവണയാണ് ചൊല്ലേണ്ടത്. മഹാനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തി പറയുകയും ചെയ്യുന്നു. കൂടാതെ അതോടൊപ്പം ഒരു ചെറിയ ദുആയും കൂടെ ഉണ്ട്. അത് വേണമെങ്കിൽ ചൊല്ലിയാൽ നല്ലതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ ദുആ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അറബിയിലും അതുപോലെ തന്നെ മലയാളത്തിലും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഓതുക. പഠിക്കണമെന്ന് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് ഓതി ആ സമയത്ത് പഠിക്കുക. അത് കഴിഞ്ഞ് സമി അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹു തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിയെ കേൾക്കട്ടെ, ഇപ്രകാരം ചൊല്ലി റുക്കൂഇൽ നിന്ന് ഉയരുകയും കൈ താഴ്ത്തി ആടാതെ നേരെ നിൽക്കുകയും വേണം. എന്ത് ചെയ്യണം? നമ്മൾ അടുത്തതായിട്ട് ദുആ പറയേണ്ടത് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അൽ അർളി മിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദ് എന്നാണ് പറയേണ്ടത്. അർത്ഥം, ഞങ്ങളുടെ രക്ഷിതാവേ, ആകാശവും ഭൂമിയും ശേഷം നീ ഉദ്ദേശിച്ചവയും നിറയെയുള്ള എല്ലാ സ്തോത്രങ്ങളും നിനക്കുള്ളതാകുന്നു. ഇപ്രകാരം ചൊല്ലുകയും തുടർന്ന് ഈ ദുആ ഓതലും സുന്നത്താണ്. ഇവിടെയും ഒരു ദുആ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഇഗ്തിദാൽ പൂർത്തിയായാൽ എന്ത് ചെയ്യണം? അടുത്തതായിട്ടുള്ള സുജൂദിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇഗ്തിദാൽ കൃത്യമായിട്ട് നിർവഹിച്ചിട്ട് അടുത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? സുജൂദിലോട്ട് പ്രവേശിക്കണം. അപ്പൊ സുജൂദിലാണ് കൂടുതൽ നമുക്ക് ദുആ ചെയ്യുന്ന ഒരു സമയം, അല്ലെങ്കിൽ ദുആ ചെയ്യാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത്. ആദ്യമായി കാൽമുട്ടുകളാണ് നിലത്ത് വെക്കേണ്ടത്. കാൽമുട്ടുകൾ, കൈവിള്ളകൾ, നെറ്റി, മൂക്ക്, കാൽവിരലുകളുടെ പള്ളകൾ എന്നിവ നിലത്ത് വെക്കണം. തലയുടെ ഭാരം മുഴുവൻ ഭൂമിയിൽ ഊന്നി മേൽഭാഗം താഴ്ത്തി മുതുക് ഉയർത്തി കിടക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സുജൂദ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയും. സുജൂദിൽ ഇപ്രകാരമാണ് നമ്മൾ പോകേണ്ടത്. അതും കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക. സുജൂദിൽ പോകുമ്പോൾ എന്ത് പറയണം? സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് 3 പ്രാവശ്യമാണ് പറയേണ്ടത്. സുജൂദിൽ കിടന്നുകൊണ്ട് പറയേണ്ട കാര്യമാണിത്. റുക്കൂയിൽ പറഞ്ഞു നേരത്തെ, അതുപോലെ തന്നെ സുജൂദിലും പറയണം. അർത്ഥം, പരമോന്നതനായ എന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നു, അതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിനെ കുറിച്ചാണ്. ഇരുത്തത്തിന്റെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ചെയ്യുക. സുജൂദ് പൂർത്തിയായാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി തല ഉയർത്തി നിവർന്നിരിക്കുക. ഇടതുകാലിന്റെ പാദം പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കണം. അതാണ് ശരിയായ രീതി. വലതുപാദം കുത്തി നാട്ടി നിർത്തണം. വിരലുകൾ പരത്തി കാൽ തുടയിൽ കൈപ്പടങ്ങൾ വെക്കണം. ഈ ഇരുത്തത്തിന് ഇഫ്തിറാഷ് എന്നാണ് പേര് പറയുന്നത്. ഇവിടെയും എന്ത് ചെയ്യുക? വലത് കൈ വിരലുകൾ പിടിക്കേണ്ട രൂപം മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെയാണത് വെക്കേണ്ടത്. ഈ ഇരുത്തം എന്ന് പറയുന്നത് അധികം ദീർഘിപ്പിക്കരുത്. പൃഷ്ഠഭാഗം മടമ്പിൽ വെച്ച് മുട്ടിനെ നിലത്ത് വെച്ച് കാൽമുട്ടുകളെ നിലത്ത് കുത്തിക്കൊണ്ടുള്ള ഇരുത്തവും തെറ്റില്ല. എങ്കിലും ശ്രേഷ്ഠമായത് ഇഫ്തിറാഷ് തന്നെയാണ്. റബ്ബ് ഉഫ്ർലി വർഹംനി വജ്ബുർനി വർഫഅനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്നാണ് പറയേണ്ടത്. ഇത് പൂർത്തിയായാൽ വീണ്ടും ഒരു സുജൂദ് കൂടി ചെയ്യണം. രണ്ടാം സുജൂദിൽ ആദ്യ സുജൂദിൽ പ്രവർത്തിച്ചത് പോലെയെല്ലാം പ്രവർത്തിക്കണം, അതായത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ സുജൂദോടുകൂടി കഴിഞ്ഞാൽ ഒരു റക്അത്ത് പൂർത്തിയായി. ഇവയിലെല്ലാം അടക്കം നിർബന്ധമാണ്. ഈ രൂപത്തിൽ എല്ലാ റക്അത്തുകളും ക്രമമായിട്ട് എന്ത് ചെയ്യണം? നമസ്കരിക്കണം. 2 റക്അത്ത് കൂടുതലുള്ള നിസ്കാരത്തിൽ 2 റക്അത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അത്തഹിയാത്ത് ഓതുക. ഇതിനു മുൻപ് പറഞ്ഞ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലുക. അത്തഹിയാത്തും സ്വലാത്ത് കഴിഞ്ഞാൽ വീണ്ടും നിൽക്കണം. ബാക്കിയുള്ള റക്അത്തുകൾ പൂർത്തിയാക്കണം. പിന്നീട് ഒടുവിലെ അത്തഹിയാത്തിന് ഇരിക്കണം. ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ കൈകളിൽ ഭാരം കൊടുത്ത് എഴുന്നേറ്റ് കൈകൾ ചുമലിന് നേരെ ഉയർത്തി എന്ത് ചെയ്യണം? ആദ്യം ചെയ്തതുപോലെ പഴയതുപോലെ കെട്ടണം. ഒടുവിലെ അത്തഹിയാത്തിൽ
തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതിന്റെ രൂപം മുൻപ് വിവരിച്ചിട്ടുണ്ട്. സലാം വീട്ടുന്നതിന് മുൻപ് മറവിയുടെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. സഹവിന്റെ സുജൂദ് കഴിഞ്ഞാൽ തവറുക്കിന്റെ ഇരുത്തം സലാം വീട്ടണം. അപ്പോഴും വിരലുകൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വെക്കണം. അത്തഹിയാത്തും സ്വലാത്തിനെ കുറിച്ചുമാണ് അടുത്ത് നോക്കുവാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അത്തഹിയാത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. അത്തഹിയാത്ത് എപ്പോഴും നമ്മൾ ഓതുന്നതായതുകൊണ്ട്, നിസ്കാരങ്ങളിൽ ഓതുന്നതായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ അത് എങ്ങനെ ഓതണമെന്നും ഇവിടെ അതുപോലെ തന്നെ മലയാളത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരം ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് കണ്ട് ഓതി പഠിക്കുക. അതുപോലെ തന്നെ അറബിയിലും അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാണിക്കകളും, എല്ലാ അനുഗ്രഹീത കാര്യങ്ങളും, എല്ലാ നിസ്കാരങ്ങളും, എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. അള്ളാഹു ഒഴികെ ഒരു ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഒടുവിലെ അത്തഹിയാത്തിൽ പൂർണ്ണമായ സ്വലാത്ത് ചൊല്ലലും അതിനുശേഷം ദുആ ചെയ്യലും അതുപോലെ തന്നെ പ്രാർത്ഥിക്കലും സുന്നത്താകുന്നു. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദുആ ചെയ്യുന്നത് തന്നെയാണ്. ദുആ ചെയ്യുന്നതും എന്ത് തന്നെയാണ്? സുന്നത്ത് തന്നെയാണ്. സ്വലാത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഇതും എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ്. ഇവിടെ അതുപോലെ തന്നെ സ്വലാത്ത് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർ ഇത് നോക്കി ഓതുക, പഠിക്കുക. ഈ സ്വലാത്തൊക്കെ എപ്പോഴും നമുക്ക് ചൊല്ലുവാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ സാധിക്കുന്ന കാര്യമാണ്. ചെറിയൊരു സ്വലാത്താണ്. കാണാതെ തന്നെ പഠിച്ചു പറയുവാൻ വേണ്ടി ശ്രമിക്കുക. അത്രയധികം അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന സ്വലാത്തുകളാണ്. ചൊല്ലിയാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. അള്ളാഹുവെ, ഈ ലോകത്തുള്ളവരിൽ വെച്ച് ഇബ്രാഹിം നബി അലിഹിസ്സലാമിലും അവിടുത്തെ കുടുംബങ്ങളിലും നീ ഗുണം ചെയ്തതുപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ കുടുംബങ്ങളിലും നീ ഗുണം ചെയ്യണമേ. ഇബ്രാഹിം നബി അലിഹിസ്സലാമും അവിടുത്തെ കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. നിശ്ചയം നീ പരമോന്നതനും സ്തുതിക്ക് അർഹനുമാകുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. അർത്ഥം മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക? ഓടുവാൻ വേണ്ടി ശ്രമിക്കുക. അർത്ഥം അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് അത്തഹിയാത്തിന് ശേഷമുള്ള ദുആയിനെ കുറിച്ചാണ്. വളരെയധികം പ്രതിഫലമർഹിക്കുന്ന ദുആയാണ്. അതുപോലെ തന്നെ ദുആ അറിഞ്ഞുകൂടാത്തവർ ഇത് മുഴുവനായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് തന്നെ നമസ്കരിക്കുക. നമസ്കരിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം എന്നത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇൻഷാ അല്ലാഹ് ഇത് നോക്കിയൊക്കെ പഠിക്കുക. അതോടൊപ്പം തന്നെ പഠിച്ച് കാണാതെ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ ഓതുവാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവെ, ഞാൻ മുമ്പ് ചെയ്തതും പിറകെ ചെയ്തതും രഹസ്യമായും പരസ്യമായും ചെയ്തതുമെല്ലാം എന്നിലും കൂടുതൽ അറിയുന്നവനാണ് നീ. അവയെല്ലാം എനിക്ക് പുറത്തു തരയണമേ. നിശ്ചയം നീ എല്ലാ കാര്യങ്ങളും അതിന്റെ ക്രമപ്രകാരം മുന്തിക്കുകയും പിന്തിക്കുകയും ചെയ്യുന്നവനാകുന്നു. നീ ഒഴികെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല. അള്ളാഹുവെ, ഖബറിലെ ശിക്ഷകളിൽ നിന്നും അതിലെ ആപത്തുകളിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ജീവിതകാലത്തും മരണസമയത്തുമുള്ള വിപത്തുകളിൽ നിന്നും ശപിക്കപ്പെട്ട ദജ്ജാലിന്റെ ഫിത്തനകളിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. ഇപ്രകാരം അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ ചൊല്ലേണ്ടതാകുന്നു. അത്തഹിയാത്തിന്റെ അത്തഹിയാത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് ഈ പിക്ചർ നോക്കിയിട്ട് അതുപോലെ തന്നെ ഇരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും നാള് മാറിയാണ് ഇരുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അത്തഹിയാത്തിൽ ഇല്ലല്ലാഹു എന്ന് ഉച്ചരിക്കുമ്പോൾ മുൻപ് പറഞ്ഞ പോലെ വലത് കൈയുടെ ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ നോട്ടം അതിലേക്ക് തന്നെ തിരിക്കൽ സുന്നത്തുണ്ട്. നോട്ടം എന്ത് ചെയ്യുക? നമ്മള് വിരല് പൊക്കുന്ന സമയത്ത് അതിലോട്ട് തന്നെ ഇൻഷാ അല്ലാഹ് നോക്കിക്കൊണ്ടിരുന്നാൽ അത്രയധികം സുന്നത്താണ്. അത് പ്രതിഫലം അർഹിക്കുന്ന വേറൊരു കാര്യമാണ്. ഉയർത്തിക്കഴിഞ്ഞാൽ സലാം വീട്ടുന്നത് വരെ വിരൽ താഴ്ത്തരുത്.
അത്തഹിയാത്ത്, സ്വലാത്ത്, ദുആ ഇവയെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് ആദ്യത്തെ സലാം ചൊല്ലണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് ആദ്യത്തെ സലാം ചൊല്ലണം. അതിനുശേഷം ബറക്കാത്തുഹു എന്നും ചേർക്കലും രണ്ടാമതൊരു സലാം കൂടി ചൊല്ലലും സുന്നത്താകുന്നു. ആദ്യത്തെ സലാമിൽ വലതുഭാഗത്തേക്കും രണ്ടാമത്തെ സലാത്തിൽ എന്ത് ചെയ്യുക, സലാമിൽ ഇടതുഭാഗത്തേക്കും തിരിഞ്ഞ് നോക്കണം. അതോടുകൂടി നിസ്കാരം എന്ത് ചെയ്യും, അവസാനിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നിസ്കാരത്തിൽ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഓതി നമ്മൾ നിസ്കാരം അവസാനിപ്പിക്കേണ്ടത്. ആദ്യം പറയുന്ന സലാം വലതുഭാഗത്തുള്ള മുഅ്മിനുകൾക്കും മലക്കുകൾ മുതലായവർക്കും, രണ്ടാം തവണ ചൊല്ലുന്ന സലാം ഇടതുഭാഗത്തുള്ള മലക്കുകൾക്കും മുഅ്മിനുകൾക്കും എന്നിവർക്കും വേണ്ടിയാണെന്ന് കരുതണം. മനസ്സിൽ എന്ത് ചെയ്യുക, നമ്മൾ സലാം വീട്ടുമ്പോൾ ഇവർക്കൊക്കെയാണ് എന്ന് കരുതിയിട്ട് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് തന്നെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അത് അവർക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ, ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ. നിസ്കാരത്തിന്റെ മേൽ പ്രസ്താവിച്ച കർമ്മങ്ങളെല്ലാം ക്രമപ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്രകാരം പ്രവർത്തിച്ചാൽ നിസ്കാരത്തിന്റെ 14 ഫർളുകളും പൂർത്തിയാകുന്നതാണ്. നമ്മൾ നമസ്കാരത്തിന്റെ ഫർളുകൾ പഠിച്ചിട്ടുണ്ടല്ലേ, 14 ഫർളുകൾ. ഇങ്ങനെ ഇപ്രകാരം നിർവഹിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുക, നമ്മുടെ അത് മൊത്തവും പൂർത്തിയാവുകയുള്ളൂ. സുബഹി നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലെ ഇഅ്തിദാലിലും റമളാൻ മാസം പകുതിക്ക് ശേഷമുള്ള വിത്തറിന്റെ ഒടുവിലെ റക്അത്തിലെ ഇഅ്തിദാലിലും ഖുനൂത്ത് ഓതൽ അബ്ആദ് സുന്നത്താണ്. മുസ്ലിങ്ങൾ വല്ല ആപത്തിനെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാ നിസ്കാരങ്ങളിലും എന്ത് ചെയ്യുന്നത്, ഖുനൂത്ത് ഓതൽ സുന്നത്താണ് അല്ലെ. എല്ലാ നിസ്കാരങ്ങളിലും ഖുനൂത്ത് ഓതൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അത് മറന്നു പോവാതെ തന്നെ ഖുനൂത്ത് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കുക, പഠിച്ചിട്ട് തന്നെ ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക. ഖുനൂത്ത് ഓതുക, അതുപോലെ തന്നെ അത് അർത്ഥമറിഞ്ഞ് തന്നെ ഓതുവാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അതിനുശേഷം എന്ത് ചെയ്യണം, ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിന്റെയും പേരിൽ എന്ത് ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലലും എന്തുണ്ട്, അതിന് പ്രത്യേകമായി സുന്നത്തുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിഫലം അർഹിക്കുന്ന കാര്യമാണ്. അതുകൂടി മറന്നു പോകാതിരിക്കുക. അതുപോലെ തന്നെ ഖുനൂത്ത് ഓതുമ്പോൾ എന്ത് ചെയ്യണം, 2 കൈകളും ഉയർത്തിപ്പിടിക്കണം. മറ്റു പ്രാർത്ഥനകൾ കഴിയുമ്പോൾ മുഖം തടവും പോലെ ഖുനൂത്തിന് ശേഷം എന്ത് ചെയ്യേണ്ടത് ആവശ്യമില്ല, മുഖം തടവേണ്ട. സാധാരണ നമ്മൾ ദുആ ചെയ്യുമ്പോൾ മുഖം തടകുന്നത് പോലെ തടകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നമസ്കാരത്തിലാണ്. മേൽ പ്രസ്താവിച്ച പ്രാർത്ഥന മാത്രമേ ഖുനൂത്ത് ആകൂ എന്നില്ല. മറ്റു പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളായാലും മതി. ഖുനൂത്ത് ആയാലും അല്ലെങ്കിലും ആയത്തുകളായാലും ഇതേ രീതിയിൽ തന്നെയാണ്. എങ്കിൽ സാധാരണ നാം ഓതുന്നതും ഏറ്റവും ശ്രേഷ്ഠത അർഹിക്കുന്നതും ഈ ഖുനൂത്ത് തന്നെയാണ് അല്ലെ. ഖുനൂത്ത് ഇമാമാണ് ഓതുന്നതെങ്കിൽ ബഹുവചനത്തിന്റെ വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കുക. തുടർന്ന് നിസ്കരിക്കുന്നവർ അത് കേട്ട് ആമീൻ പറഞ്ഞാൽ മതി. പുകഴ്ത്തി പറയുന്ന സ്ഥലം, സനാ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറയുന്ന സ്ഥലം മുതൽ ഇമാമിനോടൊപ്പം മഅ്മൂമും എന്ത് ചെയ്യണം, ആ സ്ഥാനം എത്തുമ്പോൾ ചൊല്ലേണ്ട കാര്യമുണ്ട്. ഇതുപോലെ തന്നെ ചൊല്ലുക, മറന്നുകൊള്ളാതിരിക്കുക. ഇൻഷാ അല്ലാഹ് ഇതാണ് കൃത്യമായിട്ടുള്ള നമസ്കരിക്കേണ്ട രീതി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് നോക്കി തന്നെ നിസ്കരിക്കുക. എല്ലാം ഇതുപോലെ തന്നെ ഓതുവാൻ വേണ്ടി ശ്രമിക്കുക. അറിഞ്ഞുകൂടാത്തവർ വീഡിയോ കണ്ട് അത് പഠിക്കുക. എന്തൊക്കെയാണ് ഓതേണ്ടതെന്നും അത് അറിഞ്ഞൂടാ എങ്കിൽ അത് നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യുക. പഠിച്ചിട്ട് വളരെയധികം കൃത്യമായിട്ട് തന്നെ ഓതുവാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും നിസ്കാരവും ദുആ എല്ലാം റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.